വേറൊരു സൗണ്ട് ഇട്ട് പോകുമ്പോണ്ട് മണ്ണും വെള്ളവും എല്ലാം കൂടി ഇടിഞ്ഞാണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പോസ്റ്റ് കമ്പില്ലേ, അയിമക്ക് മണ്ണും വെള്ളം എല്ലാം കൂടി ഇടിഞ്ഞിട്ട് പോസ്റ്റ് കമ്പി ഇതായി പൊട്ടിത്തെറിച്ച്. ഈ അപകടം നടക്കുന്നതിന് കുറച്ച് മിനിറ്റുകൾക്ക് മുൻപ് വരെ സിനാൻ ആ ഭാഗത്തൊക്കെ ഉണ്ടായിരുന്നു. പിന്നീട് അതിന് തൊട്ട് മുൻപ്, അപകടത്തിന് തൊട്ട് മുൻപ് സിനാൻ വീട്ടിലേക്ക് വരികയായിരുന്നു. പിന്നീട് വീട്ടിൻ്റെ ഇറയത്ത് വെച്ച് സിനാൻ ഈ കാഴ്ച കാണുകയും ചെയ്തിട്ടുണ്ട്. എന്താണ് സംഭവിച്ചത് സിനാൻ തന്നെ പറയും. എന്താ രാവിലെ ഉണ്ടായേ? രാവിലെ ഞാൻ മദ്രസ വിട്ട് വരുമ്പോൾ ഇവിടെ അവിടെ പണി നടക്കിയിരുന്നു. അപ്പോൾ അവിടെ ചെറിയ പൊട്ടലൊക്കെ ഉണ്ടായി. അപ്പോൾ ഞാനത് അത്ര കാര്യമാക്കിയില്ല. അങ്ങനെ ഉമ്മച്ച് ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന്. അപ്പോൾ ഇന്ന് മഴയായിട്ട് ഞാൻ ഇന്ന് സ്കൂളിൽ പോയിട്ടില്ല. അപ്പോൾ ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ട്സൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി നിന്നു അവരെ കൂട്ടാൻ. അപ്പോൾ അവനെ കൂട്ടി വരുമ്പോൾ അവിടെ ഫുള്ള് ചളിയാണ്. അവിടെ ഫുള്ള് ചളിയായിട്ട് ഒരു ബംഗാളി ഉണ്ട്. മൂപ്പര് പറഞ്ഞ് വേഗം പോയിക്കോ, അത് വൃത്തിയാക്കാണ്ടെന്ന് അങ്ങനെ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഇവിടെ ചായ കുടിക്കുന്നു. അയാൾ പറഞ്ഞപ്പോഴാണ് നമ്മൾ മേലോട്ട് വന്നത്. അപ്പോൾ ഞാൻ അവിടെ ഫ്രണ്ട്സിന് ചായ കൊടുക്കുക, അത് കാര്യമാക്കിയില്ല. ഞാൻ അവിടെ ഫ്രണ്ട്സിന് ചായ കൊടുക്കുമ്പോൾ ഒരു സൗണ്ട് വന്ന്. ആ സൗണ്ടിൽ പുറത്തിറങ്ങി നോക്കിയപ്പോൾ ഒരു ചെറിയൊരു ഇടിയലി. അത് കാര്യമാക്കി. ഞങ്ങൾ വിചാരിച്ച അത്ര കുഴപ്പമൊന്നുമില്ല, തുരങ്കത്തിൻ്റെ ഓല് ബോംബ് ഇട്ടേക്കുന്നത്. അതിന് പാറ പൊട്ടിക്കാൻ അവിടെ ഇതുണ്ട്, പടക്കിടുന്നുണ്ട്. ഞങ്ങളത് അത്ര കാര്യമാക്കിയില്ല. എന്നിട്ട് ഞങ്ങൾ വേറൊരു സൗണ്ട് ഇട്ട് പോകുമ്പോണ്ട് മണ്ണും വെള്ളവും എല്ലാം കൂടി ഇടിഞ്ഞാണ്ട് വരുന്നത്. അപ്പോൾ ഞങ്ങൾ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോൾ പോസ്റ്റ് കമ്പില്ലേ, അയിമക്ക് മണ്ണും വെള്ളം എല്ലാം കൂടി ഇടിഞ്ഞിട്ട് പോസ്റ്റ് കമ്പി ഇതായി പൊട്ടിത്തെറിച്ച്. അതിൽ ഞങ്ങൾ ഓടിയപ്പോൾ എൻ്റെ കൂട്ടുകാരനെ എന്നെ വലിച്ചിട്ട് ചായച്ചെടീൻ്റെ ഉള്ളിൽ കൊണ്ടുപോയി. അങ്ങനെ ഞങ്ങൾ ബോച്ച 1000 ഏക്കറില്ല അവിടെ എത്തി. അങ്ങനെ ഞാനും ഓനും കൂടി ഞങ്ങളുടെ കുടുംബത്തിനെ കൂട്ടം അങ്ങോട്ട് വന്നു. ഇങ്ങോട്ട് വന്നപ്പോൾ അവിടെ പണിയൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളാകെ പേടിച്ച്. അപ്പോൾ പോലീസുകാരൊക്കെ പറഞ്ഞ് ഇനി പേടിക്കാനൊന്നുമില്ല, ഒക്കെ കഴിഞ്ഞിരുന്നു. അപ്പോഴത്തേക്ക് ഈ മണ്ണൊക്കെ ഇങ്ങനെ കുത്തി ഒലിച്ച് ഇങ്ങോട്ടേക്ക് വന്നിരുന്നോ? വന്നിരുന്നു. ആ സമയത്ത് നമ്മളെ നേരത്തെ പറഞ്ഞ ആ പുള്ളി അവിടെ ഉണ്ടായിരുന്നോ? അറിയോ ആ പുള്ളി പിന്നെ അവിടുന്ന് പോയിരുന്നോ? കണ്ടിരുന്നോ? പിന്നെ എനിക്കൊന്ന് ആ പുള്ളി മണ്ണിൻ്റെ അടിയിൽ അകപ്പെട്ടു. അവിടെ കുറച്ച് ആൾക്കാർ പണി എടുക്കണ്ടായിരുന്നു. അപ്പോൾ ആദ്യം ഒരു സൗണ്ട് കേട്ടപ്പോൾ എല്ലാവരും കൂടി ഇങ്ങോട്ട് തിരിഞ്ഞ്. രണ്ടാമത്തെ സൗണ്ട് കേൾക്കുമ്പോഴാണ് ഈ മണ്ണ് എല്ലാവരും കൂടി ഇടിഞ്ഞിട്ട് അവരുടെ മേത്തേക്ക് വെക്കണേ. ആ സമയത്ത് സിനാൻ എവിടെയായിരുന്നു? മണ്ണ് ഇങ്ങോട്ടേക്ക് വീഴുമ്പോൾ എവിടെയായിരുന്നു? ഞാനിവിടെ ആയിരുന്നു ആ സമയത്ത്. കുറേ പേര് റോട്ടിലൊക്കെ ഉണ്ടായിരുന്നോ ആ സമയത്ത്? അറിയാവോ അത്? ഇല്ല, ഒരു 2-3 ആൾക്കാർ ബസ് കാത്തിക്കുണ്ടായിരുന്നു. ബസ് കാത്തിക്കുന്നുണ്ടായിരുന്നു ആൾക്കാർ. അവർ ഉരുൾ പൊട്ടിയപ്പോൾ പെട്ടെന്ന് കൂടെ ഓടി വന്നു. ചില ആൾക്കാർ അവിടെ വീണെന്നാ തോന്നുന്നത്. വണ്ടികളൊക്കെ ഉണ്ടായിരുന്നോ? വാഹനങ്ങളൊക്കെ പോകുന്നുണ്ടായിരുന്നു ഇതിലൂടെ? അങ്ങോട്ട് പോകുന്നുണ്ടായിരുന്നു വണ്ടിയാളി. ഈ ഉരുൾപൊട്ടലിൻ്റെ ശേഷം വണ്ടിയാൾ ഒരു ചങ്ങായി വന്നിട്ട് ഇവിടെ എല്ലാവരും നിർത്തിയിട്ട് പറഞ്ഞു ഉരുൾപൊട്ടുണ്ട്, അവിടെ എല്ലാവരും നിൽക്കാൻ പറഞ്ഞു. അപ്പോൾ എല്ലാവരും അവിടെ നിന്ന്. അങ്ങനെ അപ്പുറത്തും അങ്ങനെ തന്നെ സംഭവിച്ചും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണോ മണ്ണ് ഇങ്ങോട്ടേക്ക് വന്നത്? അത് കഴിഞ്ഞിട്ടാണ് വന്നത്. ഇതാദ്യം ഇങ്ങനെ ഇതുണ്ടായിരുന്നു, പൊട്ടൽ. സിമെന്റ് ഇടുമ്പോൾ ചെറുതായിട്ട് പൊട്ടലുണ്ടായിരുന്നു. ഇന്നാണോ അതോ ഇതിനു മുമ്പൊക്കെ ഉണ്ടായിരുന്നു? ഇതിനു മുമ്പ് ചെറുതായിട്ട് പൊട്ടലുണ്ടായിരുന്നു. അങ്ങനെ ഇങ്ങനെ വിക സിമെന്റ് ഇടുന്നോടത്ത് അങ്ങനെ ഉണ്ടായിരുന്നു. ഇന്ന് രാവിലെ അപ്പോൾ അങ്ങനെ പൊട്ടൽ ചെറുതായിട്ട് മണ്ണിടിയുന്നുണ്ടായിരുന്നു? ചെറുതായിട്ട് സിമെന്റ് ഒക്കെ ചെറുതായിട്ട് പോരുന്നുണ്ടായിരുന്നു രാവിലെ. ഞങ്ങളത് അത്ര കാര്യമാക്കി എടുത്തില്ല. അത് കണ്ടിട്ടാണ് അയാൾ സിനാനോട് ഇവിടുന്ന് മാറാൻ പറഞ്ഞത്? അതന്നെ, അത് കണ്ടിട്ടാണെന്ന് തോന്നുന്നത്. എന്തായാലും ഒരു പേടി വന്നോ ഇതൊക്കെ കണ്ടപ്പോൾ? പേടി വന്ന്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ അല്ലേ? ഓക്കെ അല്ലേ? ഇപ്പൊ ഓക്കെയാണ്.